നമസ്കാരം, എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും സുഭാഷ് മാത്സ് ക്ലാസ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യാണ്. ഇന്ന് നമ്മൾ എൻട്രൻസ് വർക്ക് ചെയ്യേണ്ടിയുള്ള സ്പെഷ്യൽ ക്ലാസ് അല്ല, ഒരു ഇൻഫർമേറ്റീവ് ടോക്കാണ് ഇന്ന് നിങ്ങളിലോട്ട് എത്തിക്കാൻ പോകുന്നത്. നിങ്ങളെല്ലാവരും എൻട്രൻസിന് വേണ്ടി ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വെറും 15 ദിവസം കൂടെ ഉള്ളൂ. ഇനിയും നമുക്ക് പഠിക്കാൻ പറ്റും. ആരെങ്കിലും തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇനിയും പഠിച്ചു. നമുക്ക് 15 ദിവസം കൊണ്ട് ഭയങ്കരമായിട്ട് നമുക്ക് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരെക്കാരും ചിലപ്പോൾ മുന്നിലെത്താൻ പറ്റിയേക്കും. അതാണ് എൻട്രൻസിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ അറിഞ്ഞ് വേണം പഠിക്കാൻ. അറിഞ്ഞ് പഠിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മാത്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഏകദേശം 29 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിനെ നമ്മൾ ആദ്യം ഏത് പഠിക്കണം, എവിടെ നിന്നാണ് കൂടുതൽ മാർക്സ്, ഏതാണ് എളുപ്പം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളോട്ട് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ഒന്നും മടിക്കേണ്ട, നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഒന്നങ്ങോട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കാണട്ടെ, നമ്മളൊന്ന് പ്രസിദ്ധനാവട്ടെ കേട്ടോ. രണ്ടാമത്തെ കാര്യം, ലൈക്കും കമൻറ്റും ഒക്കെ മറക്കാതെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോകണം. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ ഇതേപോലെ വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എന്നെ അല്ല ശ്രദ്ധിക്കുന്നത്, ബോർഡിലാണ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ ബോർഡിലോട്ട് തന്നെ കയറാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റേഴ്സിൻ്റെ ഓർഡറും ഏകദേശം മാർക്സിൻ്റെ രീതികളും എല്ലാം ഇതിനുള്ളിലുണ്ട്. ക്വസ്റ്റ്യൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഉണ്ട്. ഈ രീതി കൂടെ പഠിക്കണം. നമ്മൾ നോക്കുക, ഏറ്റവും കൂടുതൽ നമുക്ക് മാർക്സ് വരുന്ന ചാപ്റ്ററുകളുടെ കളക്ഷൻ ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, കാൽക്കുലസ്. ഓക്കെ, അതിന് മാറ്റമൊന്നുമില്ല. ഇനിയും ഉടനെയൊന്നും മാറാൻ പോകുന്നുമില്ല. കാൽക്കുലസ് ഭയങ്കരമാണ്. ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്. ഏകദേശം 15 ക്വസ്റ്റ്യൻസുകളുണ്ടാവും. ചിലപ്പോൾ കൂടിയാൽ 18 വരെ അങ്ങ് കയറാം കേട്ടോ. അപ്പോൾ അയാളെ അറിഞ്ഞു പഠിക്കുക, ഡിഫറൻസിയേഷൻ മാത്രം. നെക്സ്റ്റ് താണ്ട കിടക്കുന്നു നമ്മുടെ പ്രശ്നക്കാരൻ, ഇൻ്റഗ്രേഷൻ, ആപ്ലിക്കേഷൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അവിടുന്ന് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസ് ഉറപ്പിച്ച് പ്രതീക്ഷിക്കാം. ഇല്ലെങ്കിൽ ഒരു 5 കൂടി ചിലപ്പോൾ കൂടിയേക്കാം. എന്തായാലും ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ തന്നെ ഏകദേശം 30 ക്വസ്റ്റ്യൻസോളം ഉൾപ്പെടുന്നുണ്ട്. അവൻ തന്നെ ഒന്ന് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് നല്ലൊരു വഴിയാണ്. പഠിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഈ വിഭാഗത്തുണ്ടെങ്കിലും നിങ്ങൾ ഇയാളെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത് ടോപ്പായിട്ട് നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ? അങ്ങനെ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യണം, നല്ല ഡെറിവേറ്റീവ് കൂടെ. ഓക്കെ, രണ്ടാമത് ഫസ്റ്റ് ഇയറിലെ ഒരു ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പർ. കോംപ്ലക്സ് നമ്പർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. ഇൻ്റഗ്രേഷൻ നമുക്ക് അതേപോലെ തന്നെ ഫസ്റ്റ് ഇയറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചാപ്റ്ററാണ് എന്ത്, കോംപ്ലക്സ് നമ്പർ. സെക്കൻഡ് ഇയറിലെ ഇൻ്റഗ്രേഷൻ പോലെയൊക്കെ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ കോംപ്ലക്സ് നമ്പർ, കോണിക് സെക്ഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്. ഇത് ഭയങ്കരനാണ്. അതുകൊണ്ട് ഈ ഭാഗം നിങ്ങൾ വിടാൻ പാടില്ല. കോംപ്ലക്സ് നമ്പർ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പഠിക്കാൻ, നമുക്ക് മാർക്സ് വാങ്ങാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കോണിക്കും സ്ട്രെയിറ്റ് ലൈൻസും. സ്ട്രെയിറ്റ് ലൈൻസ് ഇത്തിരി ടഫുണ്ട്, എന്നാലും കോണിക്കിൻ്റെ അടുത്തുനിന്ന് നമുക്ക് കുറച്ച് മാർക്സ് കിട്ടും. അപ്പോൾ ഈ സെക്ഷനോടെ പഠിച്ചു കഴിഞ്ഞാൽ ഏകദേശം ടോപ്പ് നോക്കിക്കേ. ഇതിൻ്റെ നിന്ന് 8 ക്വസ്റ്റൻസ് ഉണ്ട്, ഇവിടെ നിന്ന് 10 തൊട്ട് 13 ക്വസ്റ്റൻസ് ഉണ്ട്. ഇതിനോട് ചേരുമ്പോൾ ഏകദേശം 20 ക്വസ്റ്റൻസ് ഉണ്ട്. രണ്ടോട് ചേരുമ്പോൾ 50 ക്വസ്റ്റൻസ് ആയി. ഏകദേശം ഹാഫിനടുത്തെത്തി. ടോപ്പായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് കലക്കൻ മാർക്ക് കിട്ടും കേട്ടോ. കിടുക്കാച്ച് മാർഗമായിരിക്കും. അത്രയുള്ള കിട്ടുന്നത് വേണ്ട. പിന്നെ കിടക്കുന്നു പെർമ്യൂട്ടേഷൻ. എന്തായാലും പ്രശ്നമാണ് പെർമ്യൂട്ടേഷൻസ്. നമുക്ക് എത്ര പഠിച്ചുകൊണ്ട് പോയാലും ചിലപ്പോൾ നമുക്ക് കറക്കുന്ന ക്വസ്റ്റൻ ആയിരിക്കും. അതുകൊണ്ട് ഉടനെ അതിനെ വായിച്ച് പോകേണ്ട. ഉടനെ അറിയാവുന്ന ഒരു ക്വസ്റ്റൻ ആണെങ്കിൽ മാത്രം അറ്റൻഡ് ചെയ്യുക, ഇല്ലെങ്കിൽ മാറി നടന്നേക്കണം, അല്ലെങ്കിൽ അവൻ ആക്രമിക്കും. ഓക്കെ, മാനസികമായിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നതിനാണ്. ബൈനോമി തിയറം പക്ഷേ പറ്റും. ഓക്കെ, ബൈനോമി തിയറത്തിന് കുറവാണ്, പെർമ്യൂട്ടേഷൻ്റെ അതിനാണ് കൂടുതൽ. ഓക്കെ, ഇവിടുന്ന് ഒരു 5 ക്വസ്റ്റൻ കാണും, പക്ഷേ ഇവിടുന്ന് ഒരു 2 ക്വസ്റ്റനൊക്കെ കാണത്തുള്ളൂ. ബൈനോമിയിൽ നമ്മുടെ ടേം ഇൻഡിപെൻഡൻറ്റ് ഓഫ് എക്സ്, അല്ലെങ്കിൽ ടേം കണ്ടെയ്നിങ് എക്സ് സ്ക്വയർ, അല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ക്വസ്റ്റൻസ് കാണുള്ളൂ. അതിനുള്ള ട്രിക്സൊക്കെ ഉണ്ട്. നെക്സ്റ്റ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഒരു ക്വസ്റ്റൻ ഇല്ലെങ്കിൽ 2 അങ്ങ് ഏറിയ അത് നിങ്ങൾക്ക് എളുപ്പം ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് അയാളെ കളയരുത്. ഒരു ക്വസ്റ്റനെ ഉള്ളെങ്കിൽ വിട്ടേക്കാം എന്ന് കളയില്ല, നമുക്ക് മാർക്സ് തരുന്നതിനാണ്. നെക്സ്റ്റ് വെക്ടേഴ്സ് ആൻഡ് 3D. വെക്ടേഴ്സും 3D എന്ന് പറയുമ്പോൾ വെക്ടറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്. 3Dക്കത്തെ ക്വസ്റ്റൻസ് ഒത്തിരി പഠിക്കാനുണ്ട്, പക്ഷേ വെക്ടറിനോടും നമുക്ക് ടോപ്പിക്കുകൾ കൂടുതലാണ്. വെക്ടർ കുറച്ചേ ഉള്ളൂ, 3D ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് വെക്ടേഴ്സ് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 3Dയുടെക്കാളും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് ഇത് പഠിച്ചോണം. 3Dയുടെ പ്രോബ്ലംസുകൾ ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള കുറേ ഫോർമുലാസുകൾ ഉൾപ്പെട്ടതായതുകൊണ്ട് അത്ര ഈസി ആവില്ല. ഓക്കെ, നെക്സ്റ്റ് താണ്ട കിടക്കുന്നു ഹൊറർ, നമ്മുടെ ട്രിഗണോമെട്രി ആൻഡ് ഇൻവേഴ്സ്. അവിടെ പക്ഷേ ക്വസ്റ്റ്യൻസുകൾ ഏകദേശം 10 ക്വസ്റ്റ്യൻസ് കാണും രണ്ടും കൂടി. അതുകൊണ്ട് അയാളെ നമുക്ക് വിട്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് സെക്ഷനായിട്ട് അതിനെ എടുത്താൽ മതി. പക്ഷേ ക്വസ്റ്റ്യൻസിൻ്റെ രീതി കൂടെ നോക്കുമ്പോൾ നല്ല കുറേ ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. 10 ക്വസ്റ്റ്യൻസ് ഏകദേശം വരും. അതുകൊണ്ട് ഇവിടെ നിന്ന് നമ്മൾ ലാസ്റ്റ് സെക്ഷനായിട്ട് എടുത്താൽ മതി. ദാണ്ട നമ്മുടെ പ്രിയപ്പെട്ടവൻ മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഏവർക്ക് സന്തോഷമാണ്, പക്ഷേ ഇവിടുത്തെ സന്തോഷം അനുഭവിക്കണമെങ്കിൽ മെനക്കേടാണ്. നമ്മുടെ +2 പോലെ രസകരമായിട്ടുള്ളതൊക്കെ ഉണ്ടെങ്കിലും ചെയ്ത് സ്പീഡ് കിട്ടിയില്ലെങ്കിൽ ആൻസർ നിങ്ങളുടെ ഓപ്ഷനിൽ കാണില്ല. ഓക്കെ, അതുകൊണ്ട് ഈ ആളെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. കുഴപ്പമില്ലാത്തവനാണ്. സ്റ്റാറ്റൊക്കെ 2 ക്വസ്റ്റനൊക്കെ ഉള്ളൂ. പ്രോബിലിറ്റിക്ക് 4 ക്വസ്റ്റൻ. ലീനിയർ ഇൻഇക്വാലിറ്റീസിൻ്റെ അതൊന്നൊക്കെ 1-2 ക്വസ്റ്റൻസുകളൊക്കെ ഉള്ളൂ. അപ്പോൾ ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് ഇതിനുള്ളിൽ നിന്ന് കിട്ടിക്കാണും. ഈ രീതിയിൽ കൂടെ ഇനി ഒന്ന് മെനക്കെട്ട്
കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. വർക്ക് ചെയ്യാൻ ഏത് കാര്യവും നമ്മുടെ മുന്നിൽ വരും, നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പല എക്സാമ്പിൾസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങളോട് ഉടൻ തന്നെ വരും. ഇപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഇത്രയൊക്കെ ആക്കി തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മറക്കാതെ ഷെയർ ചെയ്തുകൊണ്ട്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തേക്ക് ഗുഡ് ബൈ. നല്ലപോലെ പഠിക്കുക, മാക്സിമം മാർക്ക് എല്ലാവർക്കും കിട്ടണം. ഓക്കെ, എല്ലാവർക്കും ഒന്നുകൂടെ ഗുഡ് ബൈ.